ഇന്നത്തെ ഈ ദിനത്തിലും ഇനി വരാനുള്ള ദിവസങ്ങളിലും നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ദുആ ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ പോവുകയാണ്. ആ ദുആ പറഞ്ഞാൽ, അതുപോലെ തന്നെ ഒരു ഇസ്മുമുണ്ട്, ആ ഇസ്മും ഈ ദുആയും പറഞ്ഞാൽ ഈ മാസത്തിൽ തന്നെ തകർന്നു പോയ ബിസിനസ് നമുക്ക് പൂർവാധിക്യം അത് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതുപോലെ വീട് പണി തടസ്സമായവരുണ്ട്, അതുപോലെ കച്ചവടം നഷ്ടത്തിലായവരുണ്ട്, അതൊക്കെ മാറി ഖൈറുണ്ടാവാൻ ഈ മാസത്തിൽ തന്നെ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദുആയും അള്ളാഹുവിനോട് പറയാൻ പറ്റിയ ഒരു ഇസ്മും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇത് പഠിച്ചെടുക്കുക, ഇത് നിത്യമാക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തരും. അള്ളാഹു ബറക്കത്ത് തരട്ടെ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പ്രയാസത്തിൻ്റെ പേരിൽ പരിഭവം പറഞ്ഞു. ആ പരിഭവം കേട്ടപ്പോൾ മുത്തായ റസൂല് ആ പരിഭവം, ആ പ്രയാസം, ആ പ്രതിസന്ധി മാറാൻ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും പല ആളുകൾക്ക് മുആദ് ബിൻ ജബൽ തങ്ങൾക്കുണ്ടാകുന്ന പരിഭവം ഉണ്ട്. പല ആളുകൾക്കും പക്ഷേ ഈ മരുന്നറിയില്ല. ഇൻഷാ അല്ലാഹ് എന്താണ് ആ പ്രയാസം മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ ഈ ദിവസം തന്നെ നമുക്കത് പഠിച്ചെടുത്ത് നമുക്ക് പ്രാവർത്തികമാക്കാം. ജീവിതത്തിലെ പ്രതിസന്ധി മുഴുവനും മാറട്ടെ. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കട്ടെ. ഒരുപാട് രോഗികളായ ആളുകളൊക്കെ ദുആരക്കാനും പറഞ്ഞു. അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കട്ടെ. രോഗങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അമൂല്യമായ നിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് മഹാനായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു വന്ന് ചില പരാതികൾ പറഞ്ഞപ്പോൾ ആ മുആദ് തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ കൊടുത്ത ചില സമ്മാനങ്ങളാണ്. ആ സമ്മാനം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സമ്മാനം നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റുകയും കടങ്ങൾ മാറ്റിത്തരുകയും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്, കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടം, മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ, അതിലൊക്കെ അല്ലാഹു തആല വലിയ ബറക്കത്തും അഭിവൃദ്ധിയും നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കച്ചവടമൊക്കെ ഒന്ന് പച്ച പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരുപാട് കടങ്ങളുണ്ട്, നിങ്ങൾ ദുആരക്കണം. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ദുആരക്കാം. ഈ മുആദ് ബിൻ ജബൽ തങ്ങൾ എപ്പോഴും നിസ്കരിക്കുന്നതിന് വേണ്ടി മദീന പള്ളിയുടെ ഏറ്റവും ആദ്യത്തെ സ്വഫിലുണ്ടാകും. അപ്പോൾ നബി തങ്ങൾ നോക്കുമ്പോൾ മുആദ് തങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജുമുഅ ദിവസത്തിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബിമാരോട് ചോദിച്ചു, അല്ല, നമ്മുടെ ഫ്രണ്ട് സഫിൽ എപ്പോഴും മുആദ് ഉണ്ടാകുമല്ലോ, ഇന്ന് ജുമുഅക്ക് മുആദിനെ കണ്ടില്ല, മുആദ് ഉണ്ടോ? അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, നബിയെ, ഇന്ന് മുആദ് ബിൻ ജബൽ ജുമാ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടില്ല, എന്താണെന്നറിയില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ മുആദ് ബിൻ ജബൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ മഹാനായ മുആദ് ബിൻ ജബൽ തങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. ചോദിച്ചു, മുആദ്, എന്താണ് നീ ഇവിടെ ഇരിക്കുന്നത്? എന്താണെന്ന് ജുമുഅക്ക് നിസ്കരിക്കാൻ കണ്ടില്ലല്ലോ? ആ സമയത്ത് മഹാനായ മുആദ് ബിൻ ജബൽ തങ്ങൾ പറഞ്ഞു, നബിയേ, ഞാനിന്ന് ജുമുഅ നിസ്കാരത്തിന് വേണ്ടി എൻ്റെ വീട്ടിൽ നിന്നും കുളിച്ച് റെഡിയായി പള്ളിയിലേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്താണ് ഞാൻ പൈസ കടം വാങ്ങിച്ചിട്ടുള്ള ഒരു യഹൂദനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന് നിന്നെ ഞാൻ പള്ളിയിലേക്ക് വിടില്ല, നിന്നെ ഞാൻ പിടിച്ചു വെക്കുകയാണ്, എൻ്റെ പൈസ തരാത്തടത്തോളം നിന്നെ ഞാൻ പള്ളിയിലേക്ക് വിടില്ല എന്ന് പറഞ്ഞ് അയാൾ എന്നെ ബന്ധിച്ചു വെച്ചു നബിയെ. എന്നിട്ട് ജുമായുടെ സമയം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ തുറന്നു വിട്ടു. ഇന്നത്തെ ജുമാ നിസ്കരിക്കാൻ പറ്റാതെ വന്നപ്പോൾ എനിക്ക് വലിയ വിഷമമായി നബിയെ എന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു.
ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കടങ്ങൾ മാറി, ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറി, എല്ലാവിധ ഖൈറും സന്തോഷവും ഉണ്ടാവാൻ ഒരു അത്ഭുതപ്പെടുത്തുന്ന മരുന്ന്, ഒരു ഖുർആനിക ആയത്ത് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറഞ്ഞു, ഞാൻ അന്നത്തെ ദിവസം മുതൽ ആ വിശുദ്ധമായ ഖുർആനിലെ ആ ആയത്ത് ഓതി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കടങ്ങൾ എങ്ങനെയാണ് വീട്ടപ്പെട്ടതെന്ന് കടക്കാരനായ എനിക്ക് പോലും അറിയില്ല എന്നാണ്. എങ്ങനെയാണ് ഈ കടങ്ങൾ വീട്ടിയതെന്ന് എനിക്ക് പോലും അറിയാത്ത രൂപത്തിൽ അള്ളാഹു എൻ്റെ കടങ്ങൾ മാറ്റിത്തന്നു, ആ കടങ്ങൾ മാറ്റാനുള്ള വഴികൾ എനിക്ക് തുറന്നു തന്നു എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഏതാണ് ആ ആയത്തുകൾ? 2 ആയത്തുകളാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിൻ്റെ 26, 27 ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് ഓതിക്കൊടുക്കുകയാണ്. ഏതാണ് ആയത്ത്? നമുക്കൊക്കെ അറിയാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. സൂറത്തു ആലി ഇമ്രാനിൻ്റെ 26, 27 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ പഠിച്ചു വെച്ചോ. ഇത് അച്ചട്ടാണ് അള്ളാഹിൻ്റെ ഹബീബ പറഞ്ഞത്. എന്താ ആയത്തുകളുടെ അർത്ഥം? ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലം ആണ് എന്ന അഭിപ്രായമുള്ള മാലിക്കൽ മുൽക്ക്, ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബേ എന്ന് തുടങ്ങിക്കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള ഒരു ആയത്താണ്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അള്ളാഹുവേ, ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം കൊടുക്കും, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ആധിപത്യം എടുത്തുകളയും. അതുപോലെ അള്ളാഹുവെ, നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രതാപം കൊടുക്കും, അല്ലേ? നീ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും പ്രതാപത്തെ, ആ ഒരു ഇസ്സത്തിനെ അള്ളാഹുവെ നീ ഊരിക്കളയും. പറച്ചവനെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നിന്യത കൊടുക്കും, ദില്ലത്ത് കൊടുക്കും. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ദില്ലത്ത്, നിന്യത എടുത്തു മാറ്റും. അള്ളാഹുവെ പടച്ചവനെ, എല്ലാ നന്മകളും നിന്റെ കയ്യിലാണ് റബ്ബേ. അള്ളാഹുവെ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് നാഥ. പിന്നെയോ തൂലിജുൽ ലൈല ഫിന്നഹാരി വ തൂലിജുൻ നഹാറ ഫിൽ ലൈൽ. ആ ആയത്തിൻ്റെ അർത്ഥം അല്ലാഹുവേ, രാവിനെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു, അതുപോലെ തന്നെ പകലിനെ നീ രാവിലും പ്രവേശിപ്പിക്കുന്നു. ജീവനില്ലാത്തതിൽ നിന്നും നീ ജീവിയെ പുറത്തു കൊണ്ടുവരുന്നു, അതുപോലെ ജീവിയിൽ നിന്നും ജീവനില്ലാത്തതിനെയും നീ പുറത്തു കൊണ്ടുവരുന്നു. അല്ലാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. ആ ഒരു ഭാഗമാണ് ഈ ആയത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അള്ളാഹിൻ്റെ വിശേഷണം പറയുന്നു: റബ്ബേ, അള്ളാഹുവെ പടച്ചവനെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കയ്യും കണക്കുമില്ലാതെ നന്മകൾ കൊടുക്കുന്നവനാണല്ലോ. അതുകൊണ്ട് അള്ളാഹു, എനിക്കും നിന്റെ നന്മകൾ തരണേ എന്നൊരു ധ്വനി അതിലുണ്ട്. അപ്പോൾ സൂറത്തു ആലി ഇമ്രാനിൻ്റെ 26, 27 ആയത്തുകൾ എൻ്റെ ഉമ്മമാരെ, ഇന്നു മുതൽ നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങിക്കോ. എത്രമാത്രം കടമുണ്ടെങ്കിലും അള്ളാഹു ആ കടം വീട്ടിത്തരുന്നതാണ് ഇൻഷാ അള്ളാഹ്, ഇൻഷാ അള്ളാഹ്. കടമെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണല്ലോ, അല്ലേ? വലിയ പ്രതിസന്ധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹനെ തന്നെയാണ് സത്യം, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു ഷഹീദായി, സുമ്മ ഉഹിയ, പിന്നെ അവനെ ജീവിപ്പിക്കപ്പെട്ടു, സുമ്മ ഖുതില, പിന്നെയും അവൻ യുദ്ധം ചെയ്തു, പിന്നെയും അവൻ ഷഹീദായി, സുമ്മ ഉഹിയ, പിന്നെ അവൻ ജീവിപ്പിക്കപ്പെട്ടു, സുമ്മ ഖുതില, വീണ്ടും അവൻ യുദ്ധം ചെയ്തു ഷഹീദായി, വഅലൈഹി ദൈനുൻ, ഇതൊക്കെ അതായത് 3 പ്രാവശ്യം അവൻ ഷഹീദായി. പക്ഷെ അവൻ ഒരു കടക്കാരനാണ്, അവൻ ഒരു 10 രൂപ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു 100 രൂപ കൊടുക്കാനുണ്ട്, കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്നത ഹത്താ യുഖ്ലാ അൻഹു ദൈനു, അവനെ തൊട്ട് അവൻ്റെ കടത്തെ വീട്ടാത്തടത്തോളം കാലം അല്ലാഹു തആല അവൻ്റെ ആ ഒരു നന്മയും സ്വീകരിക്കില്ല, അവനിക്ക് സ്വർഗമില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബഖറയിലുണ്ട്. ആ ആയത്തിൻ്റെ പേര് തന്നെ ആയത്തു ദൈൻ എന്നാണ്. അതായത് നിങ്ങൾ കടം കൊടുത്താൽ അത് എഴുതി വെക്കണേ, കടക്കാരനെ നിങ്ങൾ അവധി കൊടുക്കണേ, അതുപോലെ തന്നെ നിങ്ങൾ കടം വാങ്ങിയാൽ എഴുതി വെക്കുകയും അത് കൃത്യമായ സമയത്ത് തിരിച്ചു കൊടുക്കുകയും വേണേ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ധ്വനിയാണ് ആ വലിയ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്.
അപ്പോൾ കടം അത് വലിയൊരു പ്രയാസമാണ്. കടം അത് ഖബറിലെത്തിക്കുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കടം കൂടിയാൽ പിന്നെ മാനസിക വിഭ്രാന്തി ഉണ്ടായി പിന്നെ പെട്ടെന്ന് മരണം സംഭവിക്കാൻ, ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് എത്രയോ ആളുകൾ കടക്കണിയിൽ പെട്ടുപോയി. അതുകൊണ്ട് കടം അത് നമ്മൾ എന്ത് ചെയ്യുക, എത്രയും വേഗം വീട്ടാൻ പരിശ്രമിക്കുക. ആ പരിശ്രമം വിജയിക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച് നൽകിയ ഒരു ആയത്താണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഇസ്മുണ്ട്, യാ മാലിക്കൽ മുൽക്ക്. ആ ഒരു ഇസ്മ യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, പടച്ച റബ്ബേ, മാലിക്കൽ മുലൂക്കായ റബ്ബേ, എൻ്റെ കടങ്ങൾ നീ മാറ്റിത്തരണേ എന്ന് നമുക്ക് പറഞ്ഞിട്ട് ദുആരക്കാം. ഈ ഒരു മാലിക്കൽ മുൽക്ക് എന്ന് പറയുന്ന ഇസ്മ കടങ്ങൾ മാറാനും ബിസിനസ്സുകൾ തകൃതിയാവാനും അതുപോലെ തന്നെ കച്ചവടം പൊടിപൊടിച്ച് ലാഭകരമാകാനൊക്കെ നമുക്ക് ഈ ഒരു ഇസ്മ മതിയാകുന്നതാണ്. യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് എന്ന ദിക്ർ. അതുപോലെ തന്നെ ഒരു ദുആ പഠിപ്പിച്ചു തരാം. ഒരു ദുആ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് ദുആരക്കാൻ പറഞ്ഞതാണ്. കടക്കാരനായ സ്വഹാബിമാരോടൊക്കെ കച്ചവടം നഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നവർ. അപ്പോൾ ഈ റജബ് മാസത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദുആ പറഞ്ഞ് നമ്മുടെ കച്ചവടം ബിസിനസ്സൊക്കെ വലിയ ലാഭകരമാക്കാൻ പറ്റും. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അഖ്ലി അന്നദ്ദൈൻ, അല്ലാഹുമ്മ അഖ്ലി അന്നദ്ദൈൻ വഅഗ്നിനാ മിനൽ ഫഖർ എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ അഖ്ലി അന്നദ്ദൈൻ വഅഗ്നിനാ മിനൽ ഫഖർ, അല്ലാഹുമ്മ അഖ്ലി അന്നദ്ദൈൻ വഅഗ്നിനാ മിനൽ ഫഖർ. അല്ലാഹുവേ അഖ്ലി അന്നദ്ദൈൻ, കടം എന്നെ തൊട്ട് ഞങ്ങളെ തൊട്ട് നീ മാറ്റിത്തരണേ അല്ലാ. വഅഗ്നിനാ മിനൽ ഫഖർ, ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ നീ സമ്പന്നതയിലേക്ക് ആക്കി തരണേ അല്ലാ എന്നർത്ഥം വരുന്ന ഈ ദുആ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് അല്ലേ നമ്മൾ ദ്വാരക്കാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. റജബ് മാസത്ത് നമ്മൾ ഈ ബറക്കത്തിന് ചോദിക്കുന്നുണ്ട്. ഈ ബറക്കത്ത് നമ്മുടെ കച്ചവടത്തിൽ ഉണ്ടാവണം, നമ്മുടെ സമ്പത്തിൽ, ബിസിനസ്സിൽ, നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, വീടിൽ, എല്ലാത്തിലും എന്ത് വേണം? ബറക്കത്ത് വേണം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിലനിൽക്കുന്നതാവണം, ഉപകാരപ്പെടുന്നതാവണം. മക്കൾ അത് നമുക്ക് ഉപകാരപ്പെടണം, അത് നിലനിൽക്കണം. നമ്മൾ വയസ്സാകുമ്പോൾ നമ്മൾ നോക്കുന്ന മക്കളാവണം. അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. കാശെന്ന് പറഞ്ഞാൽ അത് എന്താണ്? നിലനിൽക്കണം. പെട്ടെന്ന് പൈസ ഒന്ന് പെട്ടെന്ന് പോയി അങ്ങനെയല്ല. പൈസ ഒരു കുറച്ച് സമയമെങ്കിലും നമ്മുടെ കയ്യിൽ നിലനിൽക്കണം. അതോടൊപ്പം തന്നെ ആ നിലനിൽക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവണം. അപ്പോഴാണ് അതിൽ ബറക്കത്ത്. വീടെന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിത്യമാവണം, അതുപോലെ തന്നെ അത് ഉപകാരപ്പെടണം. അതാണ് വീട്ടിൽ ബറക്കത്ത്. അപ്പോൾ ആ ബറക്കത്തൊക്കെ കിട്ടാനുള്ള വലിയൊരു മാർഗമാണ് പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ ഇൻഷാ അല്ലാഹ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ഈ ഒരു ദിക്ർ, ഈ ഒരു മന്ത്രം, ഈ ഒരു ഖുർആൻ ആയത്ത് അത് നമ്മൾ മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആരക്കുന്ന മറ്റൊരു ദുആയുണ്ട്. ഈ കടങ്ങൾ മാറാനൊക്കെ ഉസ്താദേ ഏത് ദുആയാ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ ആളുകൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പറയട്ടെ, ഒരു ദുആയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു ദുആയിരുന്നു, അവൻ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവനെ അല്ലാഹു തആല മലക്കുകളെ വിട്ട് അവൻ്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുമെന്ന്. ഏതാണ് ദുആ? നബിതങ്ങൾ ദുആരക്കാറുള്ള ദുആയ, മദീനയിൽ വെച്ച് നബിതങ്ങൾ ചെയ്ത ദുആയാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സ്വാരിനാ വ ഖുലൂബിനാ വ അസ്വാജിനാ വ ദുർരിയാതിനാ വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം എന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സ്വാരിനാ വ ഖുലൂബിനാ വ അസ്വാജിനാ വ ദുർരിയാതിനാ വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹുവേ ബാരിക് ലനാ, നീ ഞങ്ങൾക്ക് ബറക്കത്ത് തരണേ അല്ലാ. ഫി അസ്മാഇനാ, അല്ലാഹുവേ ഞങ്ങളുടെ കേൾവികളിൽ നീ ബറക്കത്ത് തരണം. വ അബ്സ്വാരിനാ, ഞങ്ങളുടെ കാഴ്ചകളിൽ ബറക്കത്ത് തരണം, ഞങ്ങളുടെ ചെവിയിലും ഞങ്ങളുടെ കണ്ണിലും. വ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിൽ. വ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ. വ ദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലൊക്കെ നീ ബറക്കത്ത്, സലാമത്ത് ഏറ്റി തരണേ അല്ലാ. വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഈ ഒരു ദുആ നമ്മൾ മുറുകെ പിടിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ദുആകളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് കടങ്ങൾ മാറാനുള്ള ആത്മാർത്ഥമായ ദുആകളൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കടങ്ങൾ മാറി, പ്രയാസങ്ങൾ മാറി, നമുക്കൊരു സ്വസ്ഥമായ ജീവിതമുണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ഈ ദിവസമൊക്കെ നമ്മൾ മരണപ്പെട്ടു പോയവരൊക്കെ വിസ്മരിച്ചു പോകാൻ പാടില്ല. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി, യാസീൻ ഓതി പറ്റുന്നതുപോലെ ഈ മരണപ്പെട്ടാലും മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണപ്പെട്ടാലും അവരുടെ ആ ഒരു സ്നേഹം നമുക്ക് കിട്ടണം. അതിനെന്താണ്? അവരെ നമ്മൾ ഓർക്കണം എപ്പോഴും, എല്ലാ ദിവസവും അവർക്ക് വേണ്ടി
വേണ്ടി യാസീൻ ഓതുക, അവർക്ക് വേണ്ടി ദ്വാരക്കുക. അതൊക്കെ എന്താണ്? മരണപ്പെട്ടു പോയവരെ ഓർക്കാൻ, പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ഖബറിടം അല്ലാഹു തആല അവർക്ക് വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം തരട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു അല്ലാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അല്ലാഹു തആല നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകട്ടെ. ഇൻഷാ അല്ലാഹ്